ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എന്നത്തെക്കാട്ടിലും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കിച്ചണിൽ വന്ന് എന്തോ ഈ ജനാലയൊക്കെ അങ്ങോട്ട് തുറന്നപ്പോഴത്തേക്കും തണുപ്പങ്ങ് അരിച്ച് കയറുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ കുറച്ച് സമയം നിങ്ങളെ കാണിക്കാൻ നിർത്തി കേട്ടോ. അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുന്തിരിങ്ങ ഞാൻ എന്നും ഇട്ട് വെക്കുന്നതാണ്, പക്ഷേ ചില ദിവസം ഞാൻ മറന്നു പോകും. മുന്തിരിങ്ങ നമുക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ, നമ്മുടെ സ്കിന്നിന് സ്കിൻ ബ്രൈറ്റ്നസ് പുറത്ത് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ഭയങ്കര ബെനിഫിറ്റുള്ള സാധനമാണ് കേട്ടോ ഈ മുന്തിരിങ്ങ വെള്ളം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിയയില്ലേ, ആ മുന്തിരിങ്ങ വെള്ളം പിഴിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ചിയ സീഡ് 2 സ്പൂൺ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് കുതിരാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ടൈം കിട്ടും കേട്ടോ ചിയ കുതിർന്ന് കിട്ടാൻ വേണ്ടി. അങ്ങനെ ടൈം കിട്ടാത്തവർക്കാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ നമുക്ക് ചിയ എടുത്ത് കുതിർത്ത് വയ്ക്കാം. അതിന് ശേഷം ഇനി തലമുടിയിലേക്ക് കുറച്ച് സെറം അപ്ലൈ ചെയ്യുന്ന ചടങ്ങാണ്. മുടി കൊഴിച്ചിൽ കാരണം പണ്ടാരടങ്ങി ഞാൻ അവസാനം ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. ഡോക്ടർ തന്ന സെറമാണ് കേട്ടോ ഇത്. HVT എന്ന് പറഞ്ഞിട്ട് HVT എന്ന് പറഞ്ഞിട്ട് ഒരു സെറമാണ്. അതിൻ്റെ തന്നെ ടാബ്ലറ്റും ഉണ്ട്. 1000 എത്ര രൂപയാണ് ഈ സെറത്തിന് മാത്രം. 60 ml ഉള്ളൂ, പക്ഷേ പൊളി സാധനമാണ് കേട്ടോ. ഇത് തേച്ച് ഏകദേശം ഇപ്പോൾ 1 മാസമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ബേബി ഹെയർസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ. എനിക്ക് ഡോക്ടർ വന്ന് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാണിച്ചതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കാരണം നമുക്ക് ഡോക്ടർ പറഞ്ഞതാണ്, എല്ലാവർക്കും അത് ഉപയോഗിക്കാവുന്നതൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും കയറി മേടിച്ചൊന്നും ഉപയോഗിക്കരുത്. ഡോക്ടർമാർ പറഞ്ഞു തരുന്നത് നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് മാത്രമേ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാവൂ. അപ്പോൾ അത് നല്ലപോലെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരു 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. മസാജ് ചെയ്തിട്ട് മുടി എല്ലാം കൂടെ വാരിപ്പിടിച്ച് കെട്ടി വെച്ചു. ഇനി നമുക്ക് പല്ല് തേച്ചിട്ട് വരാം. കുറച്ച് സമയം ഞാനിങ്ങനെ അവന് സ്കൂളില്ലെങ്കിൽ ഇവിടെ ഇറങ്ങി വെളിയിൽ ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കും കേട്ടോ. നല്ല തണുപ്പല്ലേ, കുറച്ച് സമയം അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലോട്ടൊക്കെ കയറുന്നത്. അങ്ങനെ പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രധാന ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. കാരണം നമ്മുടെ സ്കിന്നിന് നമ്മൾ കെയർ ചെയ്യണമല്ലോ, നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. ഇതൊക്കെ ഈ സമ്പ്രദായമൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 1-1.5 വർഷമൊക്കെ ആവത്തുള്ളൂ. അതുവരെ ഞാനൊരു സൺസ്ക്രീനോ സെറമോ ഒരു തേങ്ങാക്കൊലയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആകെ എന്തെങ്കിലും ഒരു ലോഷൻ വാരി മുഖത്ത് തേക്കും, ഇച്ചിരി പൗഡർ ഇടും. ഇപ്പോൾ പിന്നെ ഈ സെറവും മോയ്സ്ചറൈസറിങ്ങും സൺസ്ക്രീനും ഒക്കെ ഇടുന്നതിന് ശേഷം ഇപ്പോൾ പിന്നെ പൗഡർ ഉപയോഗിക്കത്തില്ല കേട്ടോ. ഞാൻ സൺസ്ക്രീൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൗഡർ ഞാൻ യൂസ് ചെയ്യത്തില്ല. ചിലപ്പോഴങ്ങനെ എനിക്ക് തോന്നുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചത് എങ്ങനെ നമ്മുടെ കയ്യിലിട്ടിട്ട് ഊതി കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കത്തില്ല, അങ്ങനെ എടുക്കത്തുള്ളൂ. പിന്നെ ഈ സൺസ്ക്രീൻ ഇടുന്നത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാനിന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ പറഞ്ഞു ഡെയിലി 3 തവണ നമ്മൾ പുറത്ത് പോകണമെങ്കിൽ മാത്രമല്ല സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. എന്നോട് പറഞ്ഞു 3 ദിവസം 3 തവണ ഇടണമെന്നാണ് പറഞ്ഞത്. രാവിലെ നമ്മൾ എണീറ്റ് നമ്മളൊന്ന് ഫ്രഷ് ആയ ഉടനെ, പിന്നെ ഒരു 12-1 മണി ടൈമിൽ, പിന്നെ വൈകുന്നേരം 7 മണിക്ക്. നമ്മുടെ സൺസ്ക്രീൻ നമ്മൾ ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തിന് നല്ല വ്യത്യാസം വരും. അതുപോലെ ഈ ഒരു ചീപ്പ് കണ്ടോ, ഇത് ഞാൻ ഏതോ ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ചത്, പക്ഷേ നല്ല ചീപ്പായിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ പോക്കറ്റിൽ വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാം. നമുക്ക് ദൂരോട്ടൊക്കെ യാത്ര പോകുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ആ ഒരു ഭാഗം കണ്ടോ, അത് കഷണ്ടി പോലെ എനിക്ക് നല്ല രീതിക്ക് ഞാൻ കയറിയായിരുന്നു. ഇപ്പോൾ പിന്നെ നല്ല ബേബി ഹെയർസൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ ചുണ്ടാപ്പി കിടന്നുറങ്ങുന്നതേ ഉള്ളൂ. കിടന്നുറങ്ങട്ടെ, സ്കൂളില്ലാത്ത ദിവസമല്ലേ ഉറങ്ങുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവനെ എഴുന്നേൽക്കുന്നവരെ വിളിക്കത്തില്ല കേട്ടോ. അവൻ എണീറ്റ് വരട്ടെ എന്ന് ആലോചിക്കും. കാരണം അല്ലാത്ത ദിവസമൊക്കെ രാവിലെ എഴുന്നേൽപ്പിക്കണ്ടേ. ഞാൻ രാവിലെ കതകൊക്കെ തുറന്നിട്ട് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി എടുക്കണം. വെറുതെ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ തൂത്ത് ഇടുന്നത് എന്തോ കാര്യത്തിനാണ്. ഇപ്പം അങ്ങോട്ട് എഴുന്നേൽക്കട്ടോ. ഒരു സിസേഴ്സും ഇപ്പോൾ തുടങ്ങിയൊരു സോക്കേടാണ്. ഒരു സിസേഴ്സും എടുത്ത് ചുമ്മാ റോക്കറ്റ് ഉണ്ടാക്കുക, ബോട്ട് ഉണ്ടാക്കുക, പിന്നെന്താ ഫിസിൽ, അങ്ങനെ കുറേ സാധനങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ടുണ്ട് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ. ഇവിടെ മുഴുവൻ പേപ്പർ വെട്ടി കംപ്ലീറ്റ് വെട്ടി കിടക്കുകയാണ് ജോലി. പിന്നെ ഞാൻ നോക്കും നമ്മളെ വീട്ടിലല്ലാതെ അവർ വേറെ എവിടെ ഇത് ചെയ്യുന്നത്. ഇരുന്ന് വെട്ടട്ടെ എന്ന് ആലോചിക്കും. വൈകുന്നേരം വീണ്ടും ഇത് തന്നെ. ഇനി നമുക്ക് കുറച്ച് ഭക്തിമാർഗ്ഗത്തിലേക്ക് കടക്കാം. രാവിലെ ഞാനിങ്ങനെ തിരി കത്തിച്ച് വയ്ക്കും. സാധാരണ കുന്തിരിക്കത്തിൻ്റെ കുറ്റിയാണ് കത്തിച്ച് വയ്ക്കുന്നത്. ആ ഒരു കൂജ കണക്കത്തെ സാധനം കണ്ടോ, അതിനെ കൂജ എന്നാണെന്നോ പറയുന്നത്, പുകയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ. അതിനകത്തിലേക്ക് വയ്ക്കുമ്പോൾ നല്ല മണമാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമ്മൾ രാവിലെ ഈ ഒരു തിരി കത്തിച്ച് വയ്ക്കുമ്പോൾ ആ ഒരു മണം വീടിനകത്ത് ഞാൻ ഇവിടെയും കത്തിച്ച് വയ്ക്കും. ഒന്ന് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഒരു ജനലുണ്ട്, അവിടെയും കൂടെ കത്തും. അപ്പോൾ എനിക്ക് കിച്ചണിലേക്കും ആ ഒരു സ്മെല്ല് വരും കേട്ടോ. നല്ലൊരു ഫ്രഷ് മൈൻഡാണ്. പിന്നെ ഞാൻ പിന്നെ പോയി റെഡിയായിട്ടൊക്കെ റെഡിയെന്ന് വെച്ചാൽ നമ്മൾ പല്ലൊക്കെ തേച്ച് സെറ്റായിട്ട് വന്നിട്ട് നമ്മുടെ മുന്തിരിങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ട്. മുന്തിരിങ്ങ വെള്ളം കുടിച്ചിട്ട് പിന്നെ ഞാൻ തലേ ദിവസം തന്നെ നമ്മുടെ റാഗി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമ്പോൾ വെള്ളത്തിലിടുന്ന സമയത്ത് തന്നെ ഞാൻ 3-4 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടാണ് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചേക്കുന്നത്. എന്നിട്ട് രാവിലെ അരയ്ക്കുന്നതിന് മുമ്പ് 2-3 വെള്ളം കൊണ്ട് നല്ല പോലെ കഴുകി മാറ്റിയ ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം.
ഓവറായിട്ട് വെള്ളം വെച്ച് പോകരുതേ. ഓവറായിട്ട് വെള്ളം വെച്ച് ഇത് നല്ലപോലെ അരഞ്ഞ്, കാരണം ചെറിയ കുന്നിക്കുരുമണിയല്ലേ, കുന്നിക്കുരു നമുക്ക് ഇതിനകത്ത് കടുകുമണീനെക്കാട്ടിലും ചെറുതാണ് ഈ റാഗി എന്ന് പറയുന്നത്. അപ്പോൾ നിറയെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ തെന്നി തെന്നി കിടക്കും, അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ എന്താ, ഞാൻ ഇപ്പോൾ ഒഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നി. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ തിരിച്ചിങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചിട്ട് നമ്മുടെ ആ റാഗിയുടെ ലെവലില്ലേ, റാഗിക്ക് മേളിൽ വരല്, റാഗിയുടെ ആ ഒരു കറക്റ്റ് ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് അരച്ചാലും മതി. ആദ്യം കുറച്ചൊന്ന് നല്ലപോലെ അരച്ച് അപ്പം എനിക്ക് രണ്ടാമത് നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. കാരണം ഏകദേശം അത് അരഞ്ഞ് വന്ന് കാണുമല്ലോ, എല്ലാം നല്ല പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാമത് കുറച്ച് വളരെ ഒരു 1/4 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് നീക്കിയിട്ടിട്ട് ഒന്നും കൂടെ ഞാൻ നല്ല രീതിക്ക് ഒന്ന് അരച്ച് നല്ല ഫൈനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് അരിപ്പയിലിട്ട് അരച്ചെടുക്കാം. അരിപ്പയിലിട്ട് അരിച്ചെടുക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടെ ഒരു 1/2 ഗ്ലാസോ 3/4 ഗ്ലാസ് വെള്ളം കൂടെ മൊത്തത്തിലൊന്ന് ഒഴിച്ച് നല്ലപോലെ കലക്കി അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അരച്ചെടുക്കാൻ തോന്നും, അരച്ചെടുക്കാൻ പറ്റും. അപ്പം ഇത് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ തൊത്തിങ്ങനെ മാറ്റിയ ശേഷം രണ്ടാമത് ഒന്നും കൂടെ ഞാൻ അരിക്കും. കാരണം നമ്മളങ്ങനെ പിഴിയുന്ന സമയത്ത് അതിൻ്റെ ഇതൊക്കെ ചിലപ്പം നമ്മൾ ആ അരിച്ചെടുക്കുന്ന വെള്ളത്തിലും വീഴും. പിന്നെ അത് അങ്ങോട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചീയ ഇവിടെ റെഡിയായി. അപ്പോൾ ചെറിയ ഇളം ചൂട് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ട് ഒരു 1/2 ലെമണിൻ്റെ പീസും കൂടെ നല്ലപോലെ സ്ക്യൂസ് ചെയ്തിട്ട് എൻ്റെ ചീയയുടെ വെള്ളം, അപ്പോൾ ഏകദേശം ഞാൻ മുന്തിരിങ്ങ വെള്ളം കുടിച്ചിട്ടും എല്ലാം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അത് നല്ലപോലെ സോക്കായി വന്നിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ റാഗി കാച്ചിയെടുക്കാം. റാഗി കാച്ചി തീ കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമുള്ള മധുരം, അതായത് ശർക്കരയാണോ പഞ്ചസാരയാണോ അതും ഉപ്പ് ഇട്ടാൽ ഒന്ന് ബാലൻസ് ആവും കേട്ടോ. ഞാൻ ഏത് മധുരം യൂസ് ചെയ്യുന്നതിലും കുറച്ച് ഉപ്പിടും. അതൊരു ബാലൻസിങ് ആണ്, വേറൊരു ടേസ്റ്റാണത്. നമ്മൾ പായസത്തിൽ ഉപ്പിടത്തില്ലേ, അതേപോലെ. എന്നിട്ട് നല്ലപോലെ അതിന് ശേഷമേ ഇളക്കിയിട്ട് ഗ്യാസ് കത്തിച്ച് അത് കുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ കട്ട കെട്ടും. പിന്നെ ഞാൻ ഓർത്ത് നമ്മുടെ അരിയും കൂടെ അങ്ങ് കുക്കറിലിട്ട് വെക്കാം, കൊച്ചിന് മാത്രം മതി. അപ്പോൾ 1 കപ്പ് അരി എടുത്ത് അത് നല്ലപോലെ കഴുകി അത് കുക്കറിലിട്ട് ചോറും കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. ഞാൻ കുക്കറിൽ വെള്ളം ചൂടാവാൻ വേണ്ടി തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച ശേഷം കുക്കറിൽ വെള്ളം വെച്ച് വെള്ളം തിളച്ച ശേഷമാണ് ഞാൻ അരി ഇടുന്നത്. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയം കൊണ്ട് ഞാൻ എൻ്റെ വർക്കിൻ്റെ കുറച്ച് പണി, രാവിലത്തെ വിഷസൊക്കെ കൊടുക്കാമെന്ന് ഓർത്തു. ഗ്രൂപ്പിലേക്ക്, ക്ലയൻസിൻ്റെ ഗ്രൂപ്പിലേക്ക് എൻ്റെ മോർണിംഗ് വിഷസും പിന്നെ മെസ്സേജ് വല്ലതും വന്നപ്പോൾ പെൻഡിങ്ങിൽ കിടപ്പുണ്ടോ, മീറ്റിംഗ് റൂമിൽ അങ്ങനെയൊക്കെ നോക്കി. അപ്പോൾ അതിനകത്തിലൊന്നും പ്രത്യേകിച്ച് മെസ്സേജൊന്നും വന്നിട്ടില്ല. അപ്പോൾ വെള്ളം തിളച്ച് ഞാൻ അരി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അരി ഇട്ട ശേഷം ഞാൻ ഒന്ന് തിളച്ച് വന്നതിന് ശേഷമേ കുക്കർ അടച്ചു വെക്കത്തുള്ളൂ. അടച്ചു വെച്ച് വിസിൽ വിട്ടിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തെ മീനിരുന്നത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ അവിടുത്തെ കഴുകി വയ്ക്കാം. അപ്പോൾ കുറച്ച് മീനും ചോറും ഒക്കെ ഇരിപ്പുണ്ട്. മോരുകറി കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇനി കുറച്ച് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതും കൂടെ ഒന്ന് തോരനാക്കി വെച്ച് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ രാത്രി ഞങ്ങൾ ഒന്നെങ്കിൽ ചപ്പാത്തിയോ ഓട്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ച പണികൾ എളുപ്പം തീർത്താൽ എനിക്ക് വർക്കിനിരിക്കാം. അപ്പോൾ രാവിലെ ഞാൻ മാക്സിമം പണിയെല്ലാം തീർത്ത് വയ്ക്കാം, എന്നാലേ നമുക്ക് സമാധാനത്തോടെ വർക്കിനിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് എൻ്റെ അടുത്ത പരിപാടികളിലേക്ക് കടക്കാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.